ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പ് കാലം 5-ാമത്തെ ആഴ്ച. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇത് കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ കാര്യത്തിൻ്റെ മുമ്പിൽ നടക്കുന്ന കാര്യമാണ്. കർത്താവ് അഹ്റോനോട് പറയുന്നു, നീ മരുഭൂമിയിലേക്ക് ചെന്ന് നിൻ്റെ അനുജൻ മോശയെ കാണുക. അതനുസരിച്ച് അവൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു. പിന്നെ കർത്താവ് പറഞ്ഞയച്ച കാര്യങ്ങളെല്ലാം അഹ്റോൻ മോശയോട് പറഞ്ഞു, മോശയോട് പറഞ്ഞ കാര്യങ്ങൾ അഹ്റോനോടും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഫറവോയുടെ അടുത്ത് പോയിട്ട് ഈ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നതും അവസാനം ജനങ്ങളതെല്ലാം വിശ്വസിക്കുന്നതുമായ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ചു പറഞ്ഞു. അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി. കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജനം വിശ്വസിച്ചു. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്: ഈ അഹ്റോനും മോശയും ഇപ്രകാരം ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് എന്ന് എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കിയത്? അത് മനസ്സിലാക്കിയത് അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. എന്തായിരുന്നു അടയാളങ്ങൾ എന്ന് പറയുന്നത്? അവർ ദൈവം മോശയോട് പറഞ്ഞതുപോലെ ആ വടി നിലത്തിട്ടത് സർപ്പമാകുന്ന ആ കാര്യമൊക്കെയാണ്. ജനം എപ്പോഴും വിശ്വസിക്കുന്ന അടയാളങ്ങൾ കണ്ടുകൊണ്ടാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്ന ആ സംഭവം നമുക്കറിയാം. അതേക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് അതൊരടയാളമായിരുന്നു. അത് കണ്ടിട്ട് തൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ചുവെന്നാണ്. എന്ത് വിശ്വസിച്ചുവെന്നാണ്? വരാനിരിക്കുന്ന രക്ഷകൻ ഇവൻ തന്നെയാണ് എന്ന്. പക്ഷേ മോശയേക്കാൾ വലിയവനാണവൻ. ഈ മോശ, പഴയ നിയമത്തിലെ മോശ എന്ന് പറയുന്ന ആ മോശയേക്കാൾ വലിയവനൊരുവൻ വരുമെന്ന് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മോശയേക്കാളൊക്കെ എത്രയോ വലിയവനാണ് ഇവൻ, ഈ വന്നവൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ ജനം വിശ്വസിക്കുന്നത് എപ്പോഴും അടയാളങ്ങൾ കാണുന്നത് കൊണ്ടാണ്. പ്രവാചകന്മാരും പ്രസംഗകരും പുരോഹിതരുമായിട്ടുള്ളവർ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള അടയാളങ്ങൾ കൊണ്ട് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കണം ഇവർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് എന്നുള്ളത്. നമ്മൾ പറയാറുണ്ട് എപ്പോഴും, എന്താണ്, എല്ലാവരും ഒരേ നിലയിലുള്ളവരാണ്. ശരിയാണ്. നമുക്കാർക്കും സ്ഥാനവ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലയിലില്ല. പക്ഷേ ഒരു സമൂഹത്തെ നയിക്കാനായിട്ട് വിളിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ദൈവത്തിൽ ലഭിച്ച അടയാളങ്ങൾ കാണിക്കുവാനായിട്ട് സാധ്യതയുള്ളവരായിരിക്കണം. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അത് സാധിക്കുമെന്നുള്ളതാണ്. അത് കേവലം സിദ്ധന്മാർ ചമഞ്ഞുകൊണ്ടല്ല. സിദ്ധന്മാർ ചമഞ്ഞാലൊന്നും ദൈവത്താൽ ഐക്യപ്പെട്ടവരാണ് എന്ന് ഒരു ജനതയും വിശ്വസിക്കുകയില്ല. പകരമായിട്ട് എന്ത് വേണം? അവരുടെ ആ ദൈവവുമായിട്ടുള്ള സാധാർമ്യം നോക്കിയിട്ട്, ദൈവത്തിൻ്റെ സ്വഭാവമായിട്ടുള്ള സാധാർമ്യം നോക്കിയിട്ട്, എന്നിട്ട് വേണം ജനം വിശ്വസിക്കാൻ. അതാണ് അടയാളങ്ങളായിട്ട് രൂപപ്പെടുത്തേണ്ടതെന്നർത്ഥം. 2-ാമത്തെ വായനയിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നാണ് 12-ാം അധ്യായം 24-ാം വാക്യം മുതൽ 13-ാം അധ്യായം 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവവചനം വളർന്ന് വ്യാപിച്ചു. ബർണ്ണബാസും സാവൂളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറൂസലമിന് തിരിച്ചു വന്നു. മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോന്നു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. അന്ത്യോക്യയിലെ സഭയെക്കുറിച്ചാണ് ഇവിടെ ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത് ഈ അപ്പോസ്തല പ്രവർത്തനത്തിൽ. അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ബാർന്നബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശെമിയോൻ, കിറേനക്കാരൻ ലൂസിയോസ്, സാമന്തരാജാവായ ഹെരോദസിനോട് കൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി മാറ്റി നിർത്തുക എന്ന് ദൈവം പറയുന്നു. അപ്പോൾ ദൈവം തന്നെയാണ് അവരെ തിരഞ്ഞെടുത്തത്. ദൈവം തന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ശിഷ്യന്മാർക്ക് അവരെന്ത് ചെയ്യുകയാണ്? ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. നമുക്ക് ഈ കൈവെപ്പ് ശുശ്രൂഷകൾ, പട്ടം കൊടുക്കൽ ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം ഒരു നാടകമല്ലല്ലോ. അതിപ്രകാരം ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ
ഇന്ന് ആ മേഖലയിൽ ഒരുപാട് ഈ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും എല്ലാം അരൂപയിൽ നിന്ന് അകന്നു പോയോ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള അവസരമാണ്. ഒരിക്കൽ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിൽ ഒരേ വേദിയിൽ എന്നോടൊപ്പം മറ്റ് ഒരു ക്രൈസ്തവ സമൂഹത്തിലെ ഒരു രൂപതാധ്യക്ഷൻ, കത്തോലിക്കനല്ല അകത്തോലിക്കനായ ഒരു രൂപതാധ്യക്ഷൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സമയത്ത് വൈകുന്നേരമാണ്, ഒരു 6 മണി കഴിയുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, തിരുമേനി ഞാൻ പോവുകയാണ്. കാരണം എന്താണ്? എനിക്ക് നാളെ ഒരു പട്ടം കൊടുക്കൽ ശുശ്രൂഷയുണ്ട്. ഇന്ന് 6 മണി മുതൽ ഉപവാസവും പ്രാർത്ഥനയുമാണ് എനിക്ക്, അതുകൊണ്ട് പോയേ മതിയാകൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഇത് നമ്മുടെ കത്തോലിക്ക സഭയിൽ ഇപ്രകാരമൊന്നുണ്ടോ എന്നുള്ളത്. നമുക്കിപ്രകാരം പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനൊക്കെ ശേഷം ഈ പട്ടം കൊടുക്കാനായിട്ട് കഴിയുമോ? ഒരുപക്ഷെ നമ്മൾ മാറി ചിന്തിക്കേണ്ട കാലമായെന്ന് ഞാൻ കരുതുകയാണ്. കാരണം അല്ലാത്തതിന് വിശ്വാസ്യതയില്ല. ഈ പട്ടം കൊടുക്കൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇപ്രകാരം കൈവെപ്പ് നടത്തി അവരെ പറഞ്ഞു വിടുക എന്നുള്ളത് വളരെ വളരെ ദൈവികമായൊരു കാര്യമാണ്. ആ ദൈവികമായ കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ ഈ പട്ടം കൊടുക്കുന്ന ആൾക്ക് വലിയ യോഗ്യതയൊന്നുമില്ല. യോഗ്യതയുള്ളവനാക്കി തീർക്കുന്നൊരു പ്രക്രിയയാണ് ഈ പ്രാർത്ഥന ഉപവാസം എന്ന് പറയുന്നത്. അതുകൂടാതെ ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ഇത് സ്വീകരിക്കുന്ന ആളിലും വരാതിരിക്കുമെന്ന് ചിന്തിക്കാൻ ന്യായമില്ല. ഒരു പക്ഷേ ഇത് എന്നെ കേൾക്കുന്നവർക്ക് അല്പമെങ്കിലും മാറി ചിന്തിക്കാനായിട്ട് ഇടയായെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായി. സുവിശേഷത്തിൽ കർത്താവ് ലൂക്കാസ് സുവിശേഷകൻ 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള കാര്യങ്ങളാണ് കർത്താവ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അനന്തരം കർത്താവ് 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവർ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ വേലക്കാർ ചുരുക്കുമതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരികെ പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. കർത്താവ് ഇവിടെ തൻ്റെ ശിഷ്യന്മാരിൽ 72 പേരെ എടുത്ത് ഈ 2 പേരാനായിട്ട് താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്കെല്ലാം വിടുകയാണ്. ഇതേ സംബന്ധിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു പാരമ്പര്യം അസീറിയൻ സഭയിലുണ്ട്. അസീറിയൻ സഭയിൽ അവർ പറയുന്നത് നമുക്കറിയാം. ഈ പൗരസ്ത്യ സുറിയാനി സഭയിൽ, അതാണ് അസീറിയൻ, അവിടെ മാർത്തോമായുടെ വിശുദ്ധ തോമാശ്ലീഹയുടെ ശിഷ്യന്മാരായിരുന്ന മറദ്ദായും മാറിയുമാണ് സുവിശേഷ പ്രഘോഷം നടത്തിയെന്നൊക്കെ പറയുന്ന ഒരു പാരമ്പര്യമുണ്ട് അസീറിയൻ സഭയിൽ. ആ 2 പേര്, അല്ലെങ്കിൽ ആ 2 പേര് ഇപ്രകാരം മാർത്തോമാശ്ലീഹയുടെ ശിഷ്യന്മാരായി തീർന്നത്, അതിന് കാരണം ഈ 72 പേരിൽ അങ്ങോട്ട് അയക്കപ്പെട്ട 2 പേരിൽ ഒരാൾ തോമാശ്ലീഹ ആയിരുന്നു എന്നുള്ളതാണ്. സത്യമെന്ത് മാത്രമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ആ പാരമ്പര്യം അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ വിശുദ്ധ കുർബാനയിലെ 1-ാമത്തെ അനാഫറ മാറിയുടെയും അദ്ദായുടെയും പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇവർ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും എല്ലാം പോവുകയാണ്, ഈ 2 പേര്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്ത്? വേലക്കാർ ചുരുക്കമാണ്, ഒരുപാട് കൊയ്ത്തുണ്ട്, അതുകൊണ്ട് ഒരുപാട് പേര് ഇനിയും നിങ്ങളുടെ പിന്നാലെ വരണം. അവരോട് പറയുകയാണ്, നിങ്ങൾ ചുറ്റുമുള്ളവരോട് പറയണം. എന്ത് പറയണം? ധാരാളമായിട്ട് ഇനിയും ജോലികൾ ചെയ്യാനുണ്ട്, ഞങ്ങളുടെ കൂടെ കൂടുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പ്രശ്നം ഇതാണ്, നിങ്ങളെ ഞാൻ അയക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ്. കുഞ്ഞാടുകൾ എന്നതുപോലെയാണ്. എപ്പോഴും നിങ്ങൾക്ക് അപകടമുണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും നിങ്ങൾക്ക് അപകടമുണ്ടാകണം ഒരു പരിധിവരെ. അതുകൊണ്ടല്ലയോ കർത്താവ് പറയുന്നത്, മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ചാരെയും അഭിവാദനം ചെയ്യുകയും അരുത്. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാൽ കള്ളന് കൊണ്ടുപോകാൻ പറ്റിയതൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവരുത്. നിങ്ങളുടെ കയ്യിൽ മടിശീല വലിയ പണക്കിഴി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല വില കൂടിയ സഞ്ചി ഉണ്ടെങ്കിൽ, ചെരുപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആക്രമിക്കപ്പെട്ടെന്ന് വരാം. ഇതൊന്നും ഇല്ലെങ്കിൽ നോക്കുന്നവർക്കറിയാം നിങ്ങളുടെ കയ്യിലൊന്നുമില്ല. പിന്നെ നിങ്ങളെ ആക്രമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പിന്നെ പറയണം, വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത് എന്ന് പറഞ്ഞാലോ ആരോടും മിണ്ടരുതെന്നല്ല. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ ദൗത്യം മറന്നിട്ട് അവിടെ ഇവിടെ ഇരുന്ന് പോകരുതെന്നർത്ഥം.
പലപ്പോഴും നമ്മളങ്ങനെയാണ്. ഒരു കാര്യത്തിന് പോയാൽ ആ കാര്യം ചെയ്യുന്നതിന് പകരം മറ്റൊരുപാട് കാര്യം ചെയ്യും. ചെയ്യാൻ പോയ കാര്യം ചെയ്യാതെ തിരിച്ചു പോരുകയും ചെയ്യും. അതല്ല, നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം എന്നർത്ഥം. അഭിവാദനം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിൽ നിങ്ങളെ മാറ്റിമറിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പക്ഷേ കാണുന്നവരെല്ലാം അഭിവാദനം ചെയ്താൽ നിങ്ങൾ എങ്ങോട്ട് പോകുന്നെന്ന് ചോദിക്കുകയും അസാധ്യമാണ് അതെല്ലാം എന്ന് പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രേരണകൾക്കും വശംവദരാകാതെ മുന്നോട്ട് പോകണമെന്നാണ് ഈ പറയുന്നത്. ഈ വീടിന്, ഏത് വീട്ടിൽ പ്രവേശിച്ചാലും നിങ്ങൾ ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. കാരണം മറ്റൊന്നുമല്ല, സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന് കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അതായത് ഈ കുടുംബത്തിലേക്ക് നിങ്ങൾ സമാധാനമാണ് കൊണ്ടുചെല്ലുന്നത്. നിങ്ങളുടെ സമാധാനം സ്വീകരിക്കാനായിട്ട് യോഗ്യതയുള്ളവരവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമാധാനം അവിടെ കുടികൊള്ളുമെന്ന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യണം? നിങ്ങൾ അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ നിൻ്റെ കൂലിക്കിറക്കനാണല്ലോ. നിങ്ങളെ അവർ ആ സമാധാനം കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെയുള്ള അത് സമാധാനം മേടിക്കാനായിട്ട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ധൈര്യപൂർവ്വം താമസിക്കാം. കാരണം നിങ്ങളെ അവൻ സ്വീകരിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുക. അതേ സമയത്ത് ക്രിസ്തു കൊടുക്കുന്ന, ഈശോ കൊടുക്കുന്ന ഈ സമാധാനം അവൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവനോട് കൂടെ കഴിയരുത് എന്നർത്ഥം. കാരണം നിങ്ങളെയും അവൻ ചിലപ്പോൾ വഴിതെറ്റിച്ചെന്ന് വരും. അത് നമുക്കറിയാം. തെറ്റായ വഴികളിലൂടെ മയക്കുമരുന്നിലേക്ക്, മദ്യത്തിലേക്കൊക്കെ കൊണ്ടുപോയെന്ന് വരാം. ഈ സമാധാനപുത്രനല്ല അവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. കാരണം എന്താണ്? ഏതാണ് നല്ല വീടെന്ന് അന്വേഷിച്ച് നടക്കരുത്. നമ്മളൊരു ഇടവകയിൽ ചെന്ന് വിചാരിച്ചന്മാർ അതിപ്പോൾ ഇന്ന വീട്ടിൽ പോകണമെന്ന് കൃത്യം, അല്ലെങ്കിൽ ഞാൻ ഇന്ന വീട്ടിലൊക്കെ പോവുകയുള്ളൂ എന്ന് വാശി പിടിക്കരുത്. ഒരുപക്ഷെ പണക്കാരൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം തരുന്നവരുടെ വീട്ടിലൊക്കെ പോകാൻ താല്പര്യമുണ്ടാകാം. പക്ഷെ അതല്ല ചെയ്യേണ്ടതെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. കാരണം നിങ്ങളുടെ ലക്ഷ്യം അതല്ല. ഇങ്ങനെയുള്ള സമ്പന്നരുടെ വീട് സന്ദർശിക്കുകയോ നല്ല ഭക്ഷണം കഴിക്കുകയോ എന്നുള്ളതല്ല. നിങ്ങളെവിടെ ചെല്ലുന്നോ അവരോടൊപ്പം നിങ്ങളെ സ്വീകരിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്തുകൊണ്ട് അവിടെ കഴിയുക. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ, അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ, ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്നവരോട് കൂടിയിട്ട് നിങ്ങളും കഴിയണം. മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ അവർ വിളമ്പുന്നത് നിങ്ങൾ ഭക്ഷിക്കണം, അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പറയണം. അവിടെയുള്ള രോഗികളെ നിങ്ങൾ സുഖപ്പെടുത്തണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ പറയുന്ന രോഗി ശുശ്രൂഷ, അല്ലെങ്കിൽ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു പ്രധാന ദൗത്യം ശാരീരികമായ സൗഖ്യം മാത്രമല്ല, മാനസികമായിട്ടുള്ള സൗഖ്യം കൊടുക്കേണ്ട അനേക സംഭവങ്ങളുണ്ടാകും, അനേകം വേദികളുണ്ടാകും. നിങ്ങളവിടെ മറക്കാതെ, മടിക്കാതെ അപ്രകാരം നിങ്ങൾ അവർക്ക് സൗഖ്യം കൊടുക്കുക. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരുന്ന കാരണം എന്താണ്? ഈ ദൈവരാജ്യത്തിലാണ് ഈ സൗഖ്യം ഉണ്ടാകും. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ആളുകൾ വസിക്കുന്ന സ്ഥലത്തെയാണ് ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ദൈവരാജ്യത്തിൽ എന്താണ്? അവിടെ സൗഖ്യം ലഭിക്കും. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് രോഗങ്ങൾ അത് സൈക്കോസൊമാറ്റിക് അല്ലേ? നമ്മുടെ മനസ്സിലാണ് രോഗം ആരംഭിക്കുന്ന പലപ്പോഴും. ആ രോഗം പിന്നീട് ശാരീരികമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാ 100% രോഗങ്ങളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരുപാട് രോഗങ്ങൾ ഇപ്രകാരമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ മാനസികമായിട്ടുള്ള ആത്മീയമായ ഒരു സൗഖ്യം കൂടി കൊടുക്കാൻ നിങ്ങൾ കടപ്പാടുണ്ടെന്നാണ് ഈ പറയുന്നത്. നിങ്ങൾ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിലാണ് നിങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സൗഖ്യം ലഭിക്കും. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും ഞങ്ങൾ നിങ്ങൾക്കെതിരെ തട്ടിക്കളയുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേൻ. നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട. നിങ്ങൾക്ക് ശാപം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പ്രസംഗവേദികളിൽ നിന്നൊക്കെ കേൾക്കുന്നതാണ് ഈ ശാപം, ജനങ്ങളെ ശപിക്കുന്ന സ്വരങ്ങൾ. അതൊന്നും ആവശ്യമില്ല. അവർ നമ്മളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ മതി. കാലിലെ പൊടി തട്ടിക്കളയെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോവുകയോ വേണ്ട. അല്ലെങ്കിൽ നിർബന്ധിച്ച് അവരെയെല്ലാം ഈ കർത്താവിൻ്റെ വചനം സ്വീകരിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മധ്യകാലഘട്ടങ്ങളിലൊക്കെ പടിഞ്ഞാറൻ സഭയിൽ ഇങ്ങനെ ചെയ്തിരുന്നത്, അതായത് ഈ ക്രിസ്തുവിൻ്റെ ഈശോയുടെ സന്ദേശം സ്വീകരിക്കാത്തവരെല്ലാം
ഓടിച്ചു വിട്ടിരുന്ന അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ നമുക്ക് സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. നിങ്ങൾ സ്വീകരിക്കാതിരുന്ന, നിങ്ങളെ ആരെങ്കിലും സ്വീകരിക്കാതിരുന്നാൽ അവരോട് യാതൊരു തരത്തിലുള്ള വിരോധവും വച്ചു പുലർത്താതെ നിങ്ങളുടെ കാലിലെ പൊടി പോലും തട്ടിക്കളെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, യാതൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് പോരാമെന്നാണ് പറയുന്നത്. തെരുവിൽ ഇറങ്ങി വന്നുകൊണ്ട് പറയണം. അതായത് അവരുടെ വീട്ടിൽ പോലും വന്നില്ല, ഞങ്ങളിതേ പോവുകയാണ്, ഞങ്ങൾക്കിനി ഒരു വാശിയും വൈരാഗ്യവും ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ അറിയണമെന്നർത്ഥം. ഇവർ വന്നിട്ട് എന്താ പറഞ്ഞിട്ട് പോയെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ആളുകൾ അറിയുന്ന രീതിയിൽ തന്നെ പറയും, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നേ ഇല്ല എന്നുള്ളതാണ്. അവസാനം പറയുകയാണ്, ആ ദിവസം സോദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ സോദോമിലെ പാപം എന്താണെന്ന് നമുക്കറിയാം, എന്തുകൊണ്ടാണ് അവിടെ അവർ ശിക്ഷിക്കപ്പെട്ടതെന്നറിയാം. അതിലും വലിയൊരു പാപമാണ് എന്താണ്? ഈശോയിലുള്ള വിശ്വാസം, ഈശോയുടെ വാക്കുകൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സോദോമിലും ഗൊമോറയിലുള്ളവർ, അന്നത്തെ ആളുകൾ തോറ എന്നും വായിച്ചിരിക്കാൻ വഴിയില്ല. കാരണം എന്താണ്? അവർ ഇസ്രായേൽക്കാരല്ല, ലോത്ത് പോയി താമസിച്ച സ്ഥലത്തെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ പഴയ നിയമം വായിച്ചിരിക്കാൻ വഴിയില്ല. എങ്കിലും അവരെ ദൈവം ശിക്ഷിച്ചു, കാരണം അവരുടെ തെറ്റ് അത്രയധികം ഭീകരമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇവിടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളിലേക്ക് നേരെ വന്നിട്ടുണ്ട്, എന്നിട്ട് പോലും നിങ്ങളതിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്ഥിതി അവരുടേതിനേക്കാൾ ഭീകരമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോരുക. അത്ര തന്നെ, നമുക്കൊന്നും ചെയ്യാനില്ല. ഈ ഉയർപ്പ് കാലത്ത് നമ്മുടെ ദൗത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഏത് രീതിയിലാണ് നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടത്, ഏത് രീതിയിലാണ് നടപ്പാക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നിരന്തരമായിട്ട് കർത്താവിൻ്റെ വചനങ്ങൾ ധ്യാനിക്കുക. ജോഷുവായുടെ കർത്താവ് പറഞ്ഞതുപോലെ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചതാണ്. അതിനകത്ത് പറഞ്ഞതുപോലെ ശക്തനും ധീരനുമായിരിക്കുക. എൻ്റെ വചനങ്ങൾ നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. എൻ്റെ പ്രമാണഗ്രന്ഥം, നിയമഗ്രന്ഥം നീ എപ്പോഴും വായിച്ചു പഠിക്കണം. നീ അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കരുത്. നമ്മുടെ ഈ ദൗത്യ നിർവഹണത്തിന് പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷ്യമുണ്ടായിരിക്കട്ടെ, അതിൻ്റെ അടിസ്ഥാനമുണ്ടായിരിക്കട്ടെ, ശക്തി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.